നമസ്കാരം. മല്ലൂസ് കഫേയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയ സർപ്രൈസ് ഉണ്ട്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല വീഡിയോ ചെയ്യുന്നത്, എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആരാണെന്ന് നമുക്ക് നോക്കിയാലോ? ഹലോ, നമസ്കാരം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരോട് ചേർന്നിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഇന്ന് മാത്രമല്ല, തുടർന്ന് കുറേ വീഡിയോസ് ഞങ്ങൾ ഒരുമിച്ച് വരുന്നുണ്ട്. അതെ, ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഒരുമിച്ചൊരു വീഡിയോ ചെയ്യാനായിട്ട്. ഞങ്ങൾ കുറേ നാളിന് ശേഷമാണ് ഒരുമിച്ച് കാണുന്നത് പോലും. അപ്പോൾ അതിൻ്റെ കുറേ വിശേഷങ്ങൾ ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുണ്ട്. അതെ, അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ശരിക്കും ഞാനും ധന്യയും ശ്രദ്ധയും കൂടെയാണ് മല്ലൂസ് കഫേയിൽ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധയും കൂടി ഉള്ളൂ ഇനി ഞങ്ങളുടെ കൂട്ടത്തിൽ വരാൻ. അവളെ ഞങ്ങൾക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതെ, അപ്പോൾ ഞങ്ങൾ എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ കൊറോണയുടെ ഒരു ടൈമിംഗ് ഒക്കെ കഴിയുമ്പോൾ അവൾ എന്തായാലും പൂഞ്ഞിന്ന് നാട്ടിലേക്ക് വരും. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് വീഡിയോസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങളും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ തുടർന്ന് വീഡിയോസിലൊക്കെ അത് പറയാം. അതിനോടൊപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കൊത്തു പൊറോട്ടയാണ് ഞങ്ങൾ ചെയ്യുന്നത്. സാധാരണ നമ്മുടെ തട്ടുകടകളിലൊക്കെ കാണാറുള്ള ഒരു വിഭവമാണ് കൊത്തു പൊറോട്ട. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ നേരത്തെ തന്നെ പൊറോട്ടയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനാണ് ചെയ്തത്. അപ്പോൾ പൊറോട്ടയുടെ ലിങ്കും നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അതിൻ്റെ വീഡിയോയും കാണണം. അപ്പോൾ ചിക്കൻ കൊത്തു പൊറോട്ടയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. കൂട്ടത്തിൽ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞങ്ങളോട് ഉണ്ടാവണം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം, കാരണം ഞങ്ങൾക്ക് കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് വേഗം ഞങ്ങൾ കിച്ചണിലോട്ട് പോവാണ്. കൊത്തു പൊറോട്ടയായിട്ട് കാണാം. അപ്പം നമ്മൾ ഇന്ന് കൊത്തു പൊറോട്ടയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൊത്തു പൊറോട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള പൊറോട്ട നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പൊറോട്ട എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ധന്യ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ പൊറോട്ട ഒന്ന് കട്ട് ചെയ്തെടുക്കണം, ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കണം. അപ്പോൾ ആദ്യം നമുക്കത് ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ അഞ്ചു ഇവിടെ പൊറോട്ട, നമ്മുടെ കൊത്തു പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊറോട്ട അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ചിക്കനും കൂടെ അങ്ങ് വേവിച്ചെടുക്കാം. കൊത്തു പൊറോട്ട ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് നമുക്കിത് വേവിച്ചെടുത്താൽ മതി. അതിപ്പോൾ എല്ലോട് കൂട്ടിയിട്ടുള്ള പീസാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ആദ്യം ഒന്ന് ചിക്കനകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കുന്നില്ല. അപ്പോൾ അതൊന്ന് വെന്ത ശേഷം നമുക്ക് ഇതിൻ്റെ എല്ലൊക്കെ ഒന്ന് ഇളക്കി മാറ്റി മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതിനെ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് നീര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 പിഞ്ച് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, ഒരുപാട് വേണ്ട. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനകത്തെ വെള്ളത്തിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിനെ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. എന്താ, നമ്മുടെ ചിക്കൻ വെന്തപ്പോഴത്തേക്ക് കണ്ടോ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിരിക്കുന്നുണ്ടോ? ചിക്കൻ്റെ ഒപ്പം തന്നെ വെള്ളം ഇറങ്ങിയിരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെള്ളം തീരെ ഒഴിക്കാറ്. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റുന്ന വരെ നമുക്കൊന്ന് വേവിച്ചു കൊടുക്കാം. 5-10 മിനിറ്റ് കൂടി എടുക്കും ഈ വെള്ളം ഒന്ന് വറ്റാൻ. അപ്പോഴത്തേക്കും ചിക്കൻ്റെ മാംസവും എല്ലും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഒന്ന് തണുത്തിട്ട് എല്ലൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇതൊരു 7 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത്ര സവോള ഇടുന്നത്. തീ ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒപ്പം തന്നെ നമ്മുടെ കൊത്തു പൊറോട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമുക്കിത് ഒരുപാട് പച്ചപ്പ് പോകേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇന്ദുപ്പാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്, അതാണ് ഒരു കളർ ഡിഫറൻസ്. മാക്സിമം നമ്മൾ ഉപ്പ് യൂസ് ചെയ്യുമ്പോൾ ഇന്ദുപ്പൊക്കെ കല്ലുപ്പൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുണ്ടാവുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ്. തക്കാളി 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നമുക്ക് വഴന്ന് വരേണ്ട ആവശ്യമില്ല. നമ്മുടെ കൊത്തു പൊറോട്ട ആയതുകൊണ്ട് ഒരുപാട് വഴന്ന് വരേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ സവോളയും തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് 2 കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്ത ശേഷം
ഞാനിവിടെ നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു 6 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഓരോ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടുകളൊക്കെ ഇടാൻ സമയമായി. നമ്മൾ ഒരു 3 ടീസ്പൂൺ അളവിൽ 3.5 ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുരുമുളക് പൊടി 1 1/2 ടീസ്പൂൺ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 3 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അതുപോലെ തന്നെ മുളക് പൊടി നമുക്ക് 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മുളക് പൊടി അല്ലെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം ആഡ് ചെയ്ത് കൊടുക്കുക. മസാല ഇത്ര മതിയാവും. അപ്പോൾ ഇതൊന്ന് മസാലയുടെ പച്ചമണം ഒന്ന് മാറുമ്പോഴേക്കും നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം മസാല പച്ചമണം മാറുന്ന വരെ. ഇനി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് മുട്ടയാണ്. മുട്ട ഞാനൊരു 10 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ട ആഡ് ചെയ്ത് കൊടുത്താൽ അപ്പം തന്നെ ഇളക്കണ്ട. ജസ്റ്റ് അതൊന്ന് ഈ ഒരു ഓയിലിനകത്ത് കിടന്ന് ജസ്റ്റ് ഒന്ന് കുക്കാവണം. എന്നിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കിയാൽ മതി. അതുവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത്തിരി എണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഞാൻ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നൊന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി. ഒരുപാട് അരച്ചു കഴിഞ്ഞാൽ അത് അരഞ്ഞ് ടേസ്റ്റായി പോകുമല്ലോ. നമ്മുടെ കൂട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ ഫൈനൽ ഐറ്റമാണ്. എന്തായിരിക്കും? നമ്മുടെ പൊറോട്ട. നമ്മൾ 20 പൊറോട്ടയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന പൊറോട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്രേവിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 20 പൊറോട്ട, 7 സവോള, 4 തക്കാളി, 6 പച്ചമുളക്, പിന്നെ ഗരം മസാല, മുളക് പൊടി, പെപ്പർ പൗഡർ, 10 മുട്ട, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചിക്കൻ. അപ്പോൾ നമുക്കിത് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മളിന്ന് മല്ലൂസ് കഫേയിലൂടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് കൊത്തു പൊറോട്ടയാണ്. നമ്മൾ വളരെ നന്നായിട്ടിത് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ കൊത്തു പൊറോട്ടയാണ് നമ്മളിന്ന് ചെയ്തത്. വളരെ സ്വാദുള്ളൊരു വിഭവമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. തുടർന്ന് ഞങ്ങളുടെ ചാനൽ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ ചാനൽ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ചാനലിൽ കയറുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ കാണുക. അതുപോലെ തന്നെ ഞങ്ങളുടെ FB പേജും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഞങ്ങളെയൊക്കെ ഫോളോ ചെയ്യുക ഇൻസ്റ്റയിലൂടെയും FBയിലൂടെയും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.